ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ അസസ്മെൻറ്റ് ഓഫ് ഫേംസിനകത്തുള്ള സെക്ഷൻ 84 അസസ് ചെയ്യപ്പെടുന്ന ഫേമുകളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിലെ ഒന്നാമത്തെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. രണ്ടാമത്തെ കേസിലേക്ക് വരാം. A, B and C are partners in a firm with equal shares. The profit and loss account of the firm for the year ending 31st March 2020 is as under. ഇതിനകത്ത് എയും ബിയും സിയും ഒരു ഫേമിലെ ഈക്വൽ ആയിട്ടുള്ള ഷെയർ ഉള്ള പാർട്ട്നേഴ്സ് ആണ്. 1:1 എന്ന റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യപ്പെടുന്ന പാർട്ട്നേഴ്സ് ആണ് എയും ബിയും സിയും. 2020 മാർച്ച് 31 അവസാനിക്കുന്ന വർഷത്തേക്കുള്ള അവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് നമുക്ക് ഈ ഒരു എക്സാമ്പിളിനകത്ത് തന്നിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 12%, എ ബി ആൻഡ് സി, ടോട്ടൽ ₹24,000. സാലറി ടു എ ബി ആൻഡ് സി ₹3,60,000. On the credit side of the profit and loss account, gross profit 9,000 and there is a net loss. The loss shared by A, B and C respectively are ₹1,25,000 each. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഐറ്റംസ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് കാണാൻ കഴിയുന്നത് നെറ്റ് ലോസ് ആണ്, നെറ്റ് പ്രോഫിറ്റ് അല്ല, പകരം നെറ്റ് ലോസ് ആണ് ഇതിനകത്തുള്ളത്. താഴെ പറയുന്നുണ്ട്, compute book profit and total income of the firm for assessment year 2020-21. The firm fulfills the conditions of section 184. ബുക്ക് പ്രോഫിറ്റും ടോട്ടൽ ഇൻകവും ആണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഫേം സെക്ഷൻ 184 പറയുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഒരു ഫേമാണ്. ഓക്കെ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മളതിൻ്റെ ബുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഇവിടെ ഈ ഫേമിനകത്തുള്ളത് നെറ്റ് ലോസ് ആയതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നെറ്റ് ലോസ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. വി ആർ ഗിവൺ ദി എമൗണ്ട് ആസ് എ നെഗറ്റീവ് ഫിഗർ മൈനസ് ₹3,75,000. അല്ലേ, ഇവിടെ 3 പാർട്ട്നേഴ്സ് ടോട്ടൽ എമൗണ്ട് ആണ്. 1,25,000 വീതം 3 പാർട്ട്നേഴ്സിനും കൂടെ ടോട്ടൽ ലോസ് വരുന്ന സമയത്ത് ₹3,75,000 ആണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇനി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ ഇതിനകത്ത് പാർട്ട്നേഴ്സിൻ്റെ റെമ്യൂണറേഷൻ എമൗണ്ട് നമ്മൾ പ്രോഫിറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ലോസ് ആയതുകൊണ്ടും നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അല്ലേ, അപ്പോൾ അതിനകത്ത് 2 ഐറ്റമാണ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, മറ്റൊന്ന് സാലറിയുമാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 12% ഉള്ളൂ. നമ്മൾ നേരത്തെ പഠിച്ച പ്രൊവിഷൻസ് പ്രകാരം 12% വരെയുള്ള ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അഡ്മിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനകത്ത് ഇത് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ 8,000, 7,000, 9,000 എന്നിങ്ങനെ എ ബി ആൻഡ് സി ഈ 3 പാർട്ട്നേഴ്സിനും കിട്ടുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എമൗണ്ട് ഈ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അഡ്മിസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. എന്നാൽ സാലറി, അല്ലേ, പാർട്ട്നേഴ്സിനുള്ള റെമ്യൂണറേഷൻ ആണ് സാലറി എന്ന് പറയുന്ന എമൗണ്ട്. 3 പാർട്ട്നേഴ്സിനും 1,20,000 വീതമായിട്ട് കിട്ടുന്നുണ്ട്. ആ എമൗണ്ട് നമ്മൾ നെറ്റ് ലോസിൻ്റെ കൂടെ ആഡ് ചെയ്യും. ദെൻ ആഡ് സാലറി ടു എ ബി ആൻഡ് സി 1,20,000 each. So ₹3,60,000 is the total amount of salary or remuneration. മറ്റു ഐറ്റംസ് ഒന്നും നമ്മുടെ ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പറയാത്തത് കൊണ്ട് നമ്മൾ അതിൻ്റെ എമൗണ്ട് എടുത്തു കഴിയുമ്പോൾ -3,75,000 പ്ലസ് ₹3,60,000 കിട്ടുന്ന റിസൾട്ട് ബുക്ക് ലോസ് ആണ്. അല്ലേ, -15,000 ബുക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഫേമിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുക? ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് നമ്മൾ ആദ്യം ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്താണെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലേ, ആ ഹെഡിനകത്ത് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യം ബുക്ക് ലോസ് എടുക്കുകയാണ്. ബുക്ക് ലോസിൻ്റെ എമൗണ്ട് 15,000 ആണ്. മൈനസ് ആയിട്ട് തന്നെ ഫിഗർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. വർക്കിംഗ് പാർട്ട്നേഴ്സിന് ഉള്ള റെമ്യൂണറേഷൻ എമൗണ്ട് കുറക്കണം. അല്ലേ, അന്നേരം നമ്മൾ ആക്ച്വൽ റെമ്യൂണറേഷൻ ഓർ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് വിച്ചെവർ ഈസ് ലെസ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ആ എമൗണ്ട് കുറയ്ക്കേണ്ടത്. ആക്ച്വൽ റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എയുടെയും ബിയുടെയും സിയുടെയും ടോട്ടൽ റെമ്യൂണറേഷൻ എമൗണ്ട് ₹3,60,000 ആണ്. ₹3,60,000 ആണ് വരിക. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് താഴെ കാണാം. ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്നതാണ് സത്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലോസ് ആണ്. അല്ലേ, ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത്
ബുക്ക് പ്രോഫിറ്റിൻ്റെ ഫസ്റ്റ് 3 ലക്ഷം രൂപ എടുത്തിട്ട് അതിന് 90% അല്ലെങ്കിൽ ₹1,50,000 വിച്ചെവർ ഈസ് ലെസ്, വിച്ചെവർ ഈസ് മോർ അല്ലേ. അതുപോലെ തന്നെ ലോസ് ആണെങ്കിൽ, ബുക്ക് ലോസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ₹1,50,000 എടുക്കണം. അതിൻ്റെ റൂൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ലോസ് ആണ്, ലോസ് ആയതുകൊണ്ട് നമുക്ക് ബുക്ക് പ്രോഫിറ്റ് ഇല്ല. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് 0 ആണ് അല്ലേ. 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞത് 0 ആയിട്ടാണ് നമുക്ക് കിട്ടുക. മനസ്സിലായല്ലോ. അതേസമയത്ത് ലോസ് ആണെങ്കിലും ₹1,50,000 എന്ന് പറഞ്ഞ ലിമിറ്റ് ഉണ്ട്. Then 1,50,000 or 0 whichever is more. So ₹1,50,000 is the amount of statutory limit. അപ്പോൾ നമ്മൾ ഈ രണ്ട് എമൗണ്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ റെമ്യൂണറേഷൻ ₹3,60,000 സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് ₹1,50,000 ആണ് അല്ലേ. ദെൻ വിച്ച് എവർ ഇസ് ലെസ്, ദി ലീസ്റ്റ് എമൗണ്ട് ഇസ് ₹1,50,000. ദാറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം ദി എമൗണ്ട് ഓഫ് ബുക്ക് ലോസ് ഓഫ് ₹15,000. ദെൻ -15,000 ലെസ് ₹1,50,000. So the result shall be there is a loss of ₹1,35,000. അപ്പോൾ ₹1,35,000 ലോസ് ആണ് ഇതിനകത്ത് വീണ്ടും വരുന്നത്. ഇറ്റ്സ് ഓക്കെ. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. X, Y and Z are 3 equal partners in a firm of which Z is a sleeping partner. അല്ല, ഇവിടെ എക്സും വൈയും ഇസഡും ഈക്വൽ ആയിട്ടുള്ള പാർട്ട്നേഴ്സാണ്. ഫേമിനകത്ത് ഈക്വൽ പ്രോഫിറ്റ് ഷെയർ റേഷ്യൂസ് ഉള്ള പാർട്ട്നേഴ്സാണ് എക്സും വൈയും ഇസഡും. അതിൽ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണത്. കാരണം ഇതിനകത്ത് എക്സും വൈയും മാത്രമേ എന്തുള്ളൂ, വർക്കിംഗ് പാർട്ട്നേഴ്സ് ഉള്ളൂ. ഇസഡ് ഒരു സ്ലീപ്പിംഗ് അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത ഒരു പാർട്ട്ണറാണ്. ഈ ഒരു ഫേമിൻ്റെ 2020 മാർച്ച് 31 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിൽ സാലറീസ് ഉണ്ട്, റെൻറ്റ് റൈറ്റ്സ് ഉണ്ട്, അഡ്വർടൈസ്മെൻറ്റ്, ബാഡ് ഡെപ്റ്റ് റിസർവ്, ഡിപ്രീസിയേഷൻ, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, പാർട്ട്നേഴ്സിൻ്റെ സാലറി എക്സിനും വൈക്കും കിട്ടുന്നുണ്ട്, കമ്മീഷൻ എക്സിനും ഇസഡിനും ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% എക്സ്, വൈ ആൻഡ് ഇസഡ് 3 പേർക്കുണ്ട്. നെറ്റ് പ്രോഫിറ്റിൻ്റെ എമൗണ്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് 3 പേർക്കും 40,000 വീതമാണ് വരുന്നത്. ടോട്ടൽ ₹1,20,000 ആണ് ഫേമിൻ്റെ ആ വർഷത്തേക്കുള്ള നെറ്റ് പ്രോഫിറ്റ്. ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് ₹2,32,000 ഡിസ്കൗണ്ട് ₹8,800 ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിനകത്ത് ചില അഡ്ജസ്റ്റ്മെന്റ്സ് താഴെ പറയുന്നുണ്ട്. ഡിപ്രീസിയേഷൻ വാസ് എക്സസ് ഡെബിറ്റഡ് ബൈ ₹2,000. ഡിപ്രീസിയേഷൻ എമൗണ്ട് ₹2,000 അധികമായി ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ നമുക്ക് ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് നമ്മൾ കാണുന്നത് ₹8,000 ആണ് അല്ലേ. ₹8,000 ഡിപ്രീസിയേഷൻ എമൗണ്ട് കാണുന്നത്. എന്നാൽ അത് എക്സസ് ഡെബിറ്റ് ആണ്. ₹2,000 എക്സസ് ഡെബിറ്റ് ആണ്. ആക്ച്വലി ₹6,000 എലിജിബിലിറ്റി മാത്രമാണ് ഈ ഫേമിനുള്ളത്. പക്ഷേ ₹8,000 ആണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ റെന്റ് ഇൻക്ലൂഡ്സ് റെന്റ് ഓഫ് ഇസഡ്സ് ഗോ ഡൗൺ ₹2,400. റെന്റിന്റെ എമൗണ്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. റെന്റ് റേറ്റ്സ് ആൻഡ് ടാക്സ്, റെന്റ് റേറ്റ്സ് എക്സെട്ര ₹10,000 എന്ന് പറയുന്നുണ്ട്. ഈ 10,000 എന്തൊരു ഉൾപ്പെടുന്നുണ്ട്, ഇസഡ് എന്ന് പറയുന്നൊരു പാർട്ട്ണറുടെ ഗോഡൗൺ, അദ്ദേഹം ഓൺ ചെയ്യുന്ന ഒരു ഗോഡൗൺ ബിസിനസിന്റെ ആവശ്യത്തിനോട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ റെന്റ് ₹2,400 ആണ് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ ഏതെങ്കിലും പാർട്ട്നേഴ്സിന്റെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും അസറ്റ് ഉപയോഗിക്കുന്നതിന് റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സാധാരണ റെന്റ് കൊടുക്കുന്നത് പോലെ തന്നെ അഡ്മിസിബിൾ ആണ്. അപ്പോൾ ഇസഡിന്റെ ഗോഡൌണിന് റെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഇസഡിന്റെ പേഴ്സണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ₹2,400 റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. നമ്മളതിനെ പ്രോഫിറ്റിനകത്ത് ആഡ് ചെയ്യേണ്ട കാര്യമൊന്നും വരുന്നില്ല. ഓക്കെ, താഴെ പറയുന്നുണ്ട് കമ്പ്യൂട്ട് ബുക്ക് പ്രോഫിറ്റ് ആൻഡ് ഫേംസ് ടോട്ടൽ ഇൻകം ഫോർ ദി റിലവന്റ് അസസ്മെന്റ് ഇയർ. ദ ഫേം ഫുൾഫിൽസ് ദി കണ്ടീഷൻസ് ഓഫ് സെക്ഷൻ 184 അല്ലേ. അപ്പോൾ 184 സെക്ഷൻ ഫുൾഫിൽ ചെയ്യപ്പെടുന്ന കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യപ്പെടുന്ന ഫേമാണ്. ഈ ഫേമിന്റെ ബുക്ക് പ്രോഫിറ്റും അതുപോലെ തന്നെ ടോട്ടൽ ഇൻകമാണ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ബുക്ക് പ്രോഫിറ്റിന്റെ കാൽക്കുലേഷൻ ആണ്. ഇവിടെ നെറ്റ് പ്രോഫിറ്റിന്റെ എമൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ₹1,20,000 ആണ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന എമൗണ്ട് അല്ലേ. ഇനി നമ്മൾ ഇതിനകത്തുള്ള ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് റെമ്യൂണറേഷനും എല്ലാം നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ റെന്റ് റേറ്റ്സ് എക്സെട്ര ₹10,000 ആണ്. അപ്പോൾ അതിനകത്ത് നേരത്തെ റെന്റ് ഓഫ് ഗോഡൌൺ പറയുന്നുണ്ടെങ്കിലും അത് അഡ്മിസിബിൾ ആയതുകൊണ്ട് മറ്റു അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും അതുമായി ബന്ധപ്പെട്ട് വരുന്നില്ല. ദെൻ അഡ്വർടൈസ്മെന്റ് ₹12,000, അതും അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, വേറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും വരുന്നില്ല. ദെൻ ബാഡ് ഡെപ്റ്റ് റിസർവ്
നമുക്കറിയാം റിസർവോ പ്രൊവിഷനോ അതെന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതായിരുന്നാലും അത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ബിസിനസിന്റെ ഒരു ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്, ഐറ്റം ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാഡ് ഡെപ്റ്റ് റിസർവിന്റെ എമൗണ്ട് ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ആഡ് ബാഡ് ഡെപ്റ്റ് റിസർവ് റുപ്പീസ് 4,800, 4,900 രൂപ നമ്മളിവിടെ ആഡ് ചെയ്തു. അടുത്ത ഐറ്റം ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷന്റെ കേസിൽ നേരത്തെ പറഞ്ഞു റുപ്പീസ് 8,000 ആണ് ഇവിടെ ഡിപ്രീസിയേഷന്റെ എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുള്ളത്. എന്നാൽ അത് റുപ്പീസ് 2,000 എക്സസ് ഡെബിറ്റ് വന്നതുകൊണ്ടാണ്. എന്ന് പറയുമ്പോൾ റുപ്പീസ് 2,000 ഇൻഅഡ്മിസിബിൾ ആണ്. ഇൻഅഡ്മിസിബിൾ ആയ ഡിപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഡിപ്രീസിയേഷൻ ഓർ എക്സസ് ഡിപ്രീസിയേഷൻ ദാറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ റുപ്പീസ് 2,000 ഈസ് ആഡഡ് ടു ദി എമൗണ്ട് ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ. പിന്നീട് വരുന്നത് ഫയർ ഇൻഷുറൻസ് പ്രീമിയം. ബിസിനസിന്റെ അലവബിൾ ആയിട്ടുള്ള ഒരു അഡ്മിസിബിൾ ആയ ഒരു എക്സ്പെൻസ് ആണ്. അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ആവശ്യമില്ല. ഇനി നമ്മൾ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് 2 റെമ്യൂണറേഷൻ ആണ് കാണുന്നത്. പാർട്ട്നേഴ്സിന്റെ സാലറിയും പാർട്ട്നേഴ്സിനുള്ള കമ്മീഷനുമാണ്, അല്ലേ? അപ്പോൾ അതൊക്കെ പാർട്ട്നേഴ്സിന്റെ ഈ റെമ്യൂണറേഷൻ എമൗണ്ട് ഒക്കെ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ് അലൗഡ് ആണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ സാലറീസുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കിയാൽ എക്സ് റുപ്പീസ് 16,000, വൈ റുപ്പീസ് 12,000, ടോട്ടൽ റുപ്പീസ് 28,000. ആ എമൗണ്ട് നമ്മൾ ഇതിനകത്ത് ഇൻഅഡ്മിസിബിൾ ആയിട്ട് കാണിക്കുകയാണ്. സാലറീസ് ടു പാർട്ട്നേഴ്സ് എക്സ് ആൻഡ് വൈ 16,000 പ്ലസ് 12,000 റുപ്പീസ് 28,000. നെക്സ്റ്റ് കമ്മീഷനാണ്. എക്സ് റുപ്പീസ് 8,000, ഇസഡ് റുപ്പീസ് 4,000, ടോട്ടൽ റുപ്പീസ് 12,000. ദെൻ എമൗണ്ട് ഓഫ് കമ്മീഷൻ എക്സ് 8,000, ഇസഡ് 4,000, ടോട്ടൽ റുപ്പീസ് 12,000. ഓക്കെ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ ഇൻഅഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസും അതുപോലെ തന്നെ പാർട്ട്നേഴ്സ് റെമ്യൂണറേഷനും ആഡ് ചെയ്തു. നെക്സ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ്. 10% ആണെന്ന് പറയുന്നുണ്ട്, അല്ലേ? 12% വരെ എന്താണ്, അഡ്മിസിബിൾ ആണ്. അപ്പോൾ അതിൽ താഴെ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഈ എമൗണ്ട് ഫുള്ളി അഡ്മിസിബിൾ ആണ്. അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യുന്നില്ല. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ഡിസ്കൗണ്ട്, അല്ലെ? ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ബിസിനസിന്റെ ഒരു സാധാരണ അതിന്റെ ഒരു ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിൻ ആണ്. എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് ആണ് നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. മറ്റു ഹെഡ്സ് ഓഫ് ഇൻകം ഒന്നും ഇതിനകത്ത് വരാത്തത് കൊണ്ട് നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് റുപ്പീസ് 1,66,800 എന്ന് പറയുന്ന എമൗണ്ട് ആണ്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഈ ഫേമിന്റെ ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിലേക്ക് വന്നാൽ ബുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ട് റുപ്പീസ് 1,66,800 ലെസ് റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ മാത്രമാണ് എടുക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യം നേരത്തെ കണ്ടു ഇസഡ് ഈസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇസഡിനെ ഒഴിവാക്കി എക്സിനും വൈക്കുമുള്ള റെമ്യൂണറേഷൻ എമൗണ്ട് മാത്രമേ ബുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ട് ഒന്ന് കുറക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് പാർട്ട്നേഴ്സിന്റെ സാലറീസ് കാണാം, അല്ലേ? എക്സ് 16,000 വൈ 12,000. അതിൽ ഇസഡ് ഇല്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് സാലറി എമൗണ്ട് റുപ്പീസ് 28,000 നമുക്ക് ഇതിനകത്ത് എടുക്കാൻ പറ്റും. 28,000 ഇതിനകത്ത് അലവബിൾ ആണ്. ഓക്കെ. അതുപോലെ തന്നെ അടുത്ത ഐറ്റം പറഞ്ഞത് കമ്മീഷനാണ്. കമ്മീഷനിൽ എക്സിനും ഇസഡിനും കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇസഡ് ഒരു സ്ലീപ്പിംഗ് പാർട്ട്ണർ ആയതുകൊണ്ട് എക്സിന്റെ മാത്രം കമ്മീഷൻ എടുക്കാവൂ. എക്സിന്റെ കമ്മീഷൻ റുപ്പീസ് 8,000 ആണ്. ആ എമൗണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ റുപ്പീസ് 28,000 പ്ലസ് 8,000 36,000 ആണ് ആക്ച്വൽ റെമ്യൂണറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന എമൗണ്ട്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി. അതിന്റെ കാൽക്കുലേഷൻ നമുക്ക് താഴെ കൊടുത്ത് കാണാൻ പറ്റും. 1,66,800 ആണ് ബുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അതിന്റെ ഫസ്റ്റ് 3 ലക്ഷം വരെയുള്ളതിന്റെ 90% എടുക്കണം. അതിനെ 1.5 ലക്ഷമായി കമ്പയർ ചെയ്യണം. വിച്ച് എവർ ഈസ് ഗ്രേറ്റർ ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിയാൽ 1,66,800 എന്ന് പറയുന്ന എമൗണ്ടിന്റെ 90% എടുത്താൽ 1,50,120 എന്നുള്ളൊരു ഫിഗർ ആണ് നമുക്ക് കിട്ടുക, അല്ലേ? അതിനെ നമ്മൾ 1.5 ലക്ഷം രൂപയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അന്നേരം വിച്ച് എവർ ഈസ് ഹയർ, ദ ഹയസ്റ്റ് എമൗണ്ട് ഇസ് റുപ്പീസ് 1,50,120. സോ ദി സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റ് അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ ബി ഈസ് റുപ്പീസ് 1,50,120. Then 36,000 or rupees 1,50,120, whichever is less. The least amount is rupees 36,000. That is deducted from the amount of book profit of rupees 1,66,800. The resulting figure is the total income rupees 1,30,800. Actually, this business in the profit ആണ്. പക്ഷെ വേറെ ഹെഡ് ഓഫ് ഇൻകം ഒന്നും ഇല്ലാത്തത് കൊണ്ടും ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടുമാണ് നമ്മൾ ഇതിനെ ടോട്ടൽ ഇൻകം ആയിട്ട് കണക്കാക്കിയത്. ഓക്കെ.
നമുക്ക് നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് എക്സാമ്പിൾ. A, B and C are partners of a firm enjoying profits and losses in the ratio of 3:2:1. അല്ലെ, എയും ബിയും സിയും പാർട്ട്നേഴ്സ് ആണ്. അവർ 3:2:1 അവരുടെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്നത്. From the following profit and loss account for the year ended 31st March 2020, compute the book profit and total income of firm for assessment year 2020-21, assuming that the firm fulfills the conditions of section 184. അല്ലേ, ഈ ഫേം സെക്ഷൻ 184 കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്ന ഫേമാണ്. അതുകൊണ്ട് തന്നെ താഴെ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബുക്ക് പ്രോഫിറ്റും ടോട്ടൽ ഇൻകവും കമ്പ്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തേക്ക് വരാം. അതിൽ സൺട്രി എക്സ്പെൻസസ് ₹1,64,500. സാലറീസിനകത്ത് എ ആൻഡ് ബി രണ്ടുപേർക്കും കൂടെ കിട്ടുന്ന സാലറി ₹32,000. Then commission to C ₹20,000. Interest on capital at 12% per annum, A and B ₹15,000. Net profit shared by these three partners 17,550, 11,700 and ₹5,850. Total of ₹35,100. That is the amount of net profit of the firm. Then on the credit side, gross profit ₹2 lakh, interest on securities ₹18,600, dividend from Indian companies ₹10,000, income from house property ₹20,000, capital gains, that is short term capital gain ₹18,000. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് തന്നിട്ടുള്ള ഐറ്റംസ്. താഴെ പറയുന്നുണ്ട് സൺട്രി എക്സ്പെൻസസ് ഇൻക്ലൂഡ് ₹5,000 സ്പെൻഡ് ഫോർ purchase of a scooter by A for using a conveyance to attend office. ഇവിടെ പാർട്ട്ണർ എ എന്ന് പറഞ്ഞ പാർട്ട്ണർക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള യാത്ര ആവശ്യത്തിന് വേണ്ടി ഒരു 5,000 രൂപക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചിട്ടുണ്ട്. ആ എമൗണ്ട് സൺട്രി എക്സ്പെൻസസിൽ വന്നിട്ടുണ്ട്. ₹1,64,500 എന്ന് പറയുന്ന സൺട്രി എക്സ്പെൻസസിൽ ഈ 5,000 രൂപയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം ആ എമൗണ്ട് എന്താണ്, ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അല്ലേ, സ്കൂട്ടർ വാങ്ങുക എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, ഒരു അസറ്റ് ആണ്. അത് മാത്രമല്ല അതിന്റെ പേഴ്സണൽ എക്സ്പെൻഡിച്ചറും ആണ്. അത് നമുക്ക് ബിസിനസിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കമ്പ്യൂട്ടിംഗ് ദി ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദി ഫേം. അല്ലെ, ഫേമിന്റെ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദി ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് എമൗണ്ട് ഇസ് ₹35,100. 35,100 is the amount of profit. Then add inadmissible expenses. അല്ലേ, നമ്മൾ അതിനകത്ത് സൺട്രി എക്സ്പെൻസ് ആദ്യം കാണാം. സൺട്രി എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ഒരു 5,000 രൂപ എന്ന് പറയുന്ന എമൗണ്ട് പേഴ്സണൽ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ആണ്. അല്ലേ, ആ എമൗണ്ട് എന്ത് ചെയ്യണം, ഇനഡ്മിസിബിൾ ആണ്, പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ആഡ് ഇതിനകത്ത് കോസ്റ്റ് ഓഫ് സ്കൂട്ടറിന്റെ കോസ്റ്റ് 5,000 രൂപ നമ്മൾ പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അടുത്ത ഐറ്റം സാലറീസ് ആണ്, പാർട്ട്നേഴ്സിന്റെ റെമ്യൂണറേഷൻ ആണ്. അല്ലേ, ഇവിടെ എല്ലാ പാർട്ട്നേഴ്സും വർക്കിംഗ് പാർട്ട്നേഴ്സ് ആരാണ്, കാരണം ക്വസ്റ്റൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ഏതെങ്കിലും പാർട്ട്നേഴ്സ് വർക്കിംഗ് പാർട്ട്ണർ ആണെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണെന്നോ സ്പെസിഫിക് ആയിട്ട് പറയാത്തത് കൊണ്ട് നമുക്ക് എന്താ അസ്യൂം ചെയ്യാം, എയും ബിയും സിയും ആക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വർക്കിംഗ് പാർട്ട്നേഴ്സ് ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പോൾ സാലറീസ് എ ആൻഡ് ബി, എ ₹17,000, ബി ₹15,000. അല്ലേ, അപ്പോൾ ആ എമൗണ്ട് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ്. സാലറി ടു എ ആൻഡ് ബി 17,000 പ്ലസ് 15,000 ₹32,000. നെക്സ്റ്റ് കമ്മീഷൻ എമൗണ്ട് ആണ്. കമ്മീഷൻ ടു സി, അതും റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആണ്, ₹20,000. സിക്ക് മാത്രമേ കമ്മീഷൻ കിട്ടുന്നുള്ളൂ. ദെൻ കമ്മീഷൻ ടു സി ₹20,000. ഓക്കെ, പിന്നീട് ഇതിനകത്ത് ഡെബിറ്റ് സൈഡിൽ വന്നിട്ടുള്ള ഐറ്റം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% പെർ ആനം ആണ്. 12% പെർ ആനം വരെ ആകുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മളത് ആഡ് ബാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അഡ്മിസിബിൾ ആയിട്ടുള്ള ബിസിനസിന്റെ എക്സ്പെൻസ് ആയിട്ട് അതിനെ കണക്കാക്കണം. അല്ലേ, അപ്പോൾ നമ്മൾ ഇത്രയും ഐറ്റം ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ ₹92,100 എന്ന് പറയുന്ന ഫിഗർ ആണ് കിട്ടുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലാതെ ഒരു 4 ഐറ്റം പറയുന്നുണ്ട്. അല്ലേ, ഈ 4 ഐറ്റവും എന്താണ്, മറ്റു ഹെഡ്സ് ഓഫ് ഇൻകം ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരിക. അല്ലേ, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ്, അത് എക്സെപ്റ്റ് ആണ്, ടാക്സബിൾ എമൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് വരേണ്ടത്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വേറൊരു ഹെഡ് ഓഫ് ഇൻകം ആണ്. ക്യാപിറ്റൽ ഗെയിൻസ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വേറൊരു ഹെഡ് ഓഫ് ഇൻകം ആണ്. അപ്പോൾ ഈ 4 ഐറ്റവും ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട
ഇൻകം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഈ ഐറ്റം എല്ലാം കുറക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് rupees 18,600, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് rupees 10,000, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി rupees 20,000, ക്യാപിറ്റൽ ഗെയിൻസ് rupees 18,000. അപ്പോൾ ഈ 4 ഇൻകവും മറ്റു ഹെഡ്സിനകത്ത് വരുന്നതും ഇവിടെ ടാക്സബിൾ അല്ലാത്തതുമായിട്ടുള്ള ഇൻകം ആയതുകൊണ്ട് നമ്മൾ അതിനെ 66,600 അത്രയും എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കിട്ടിയിട്ടുള്ള rupees 92,100 എന്ന് ഡിഡക്റ്റ് ചെയ്യുന്നു. അന്നേരം കിട്ടുന്ന ബുക്ക് പ്രോഫിറ്റിന്റെ എമൗണ്ട് ആണ് rupees 25,500 എന്ന് പറയുന്ന എമൗണ്ട്. ഓക്കെ, then just we are moving to the calculation of total income of the firm. ടോട്ടൽ ഇൻകത്തിന്റെ കാൽക്കുലേഷനിലേക്ക് വരുമ്പോൾ ബുക്ക് പ്രോഫിറ്റ് rupees 25,500 ലെസ് റെമുനറേഷൻ ടു വർക്കിംഗ് പാർട്ട്നേഴ്സ് അല്ലേ. വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമുനറേഷൻ എമൗണ്ട് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്നു. ഇവിടെ എല്ലാം വർക്കിംഗ് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് ആക്ച്വൽ റെമുനറേഷൻ എന്ന് പറയുന്ന എമൗണ്ട് ഇതിനകത്ത് എല്ലാ റെമുനറേഷനും വരും അല്ലേ. ഇപ്പോൾ ഇതിനകത്ത് സാലറീസിന്റെ എമൗണ്ട് rupees 32,000 ഉണ്ട്, കമ്മീഷന്റെ എമൗണ്ട് rupees 20,000 ഉണ്ട്. അപ്പോൾ ഈ എമൗണ്ട് ഒക്കെ തന്നെ വർക്കിംഗ് പാർട്ട്നേഴ്സിന്റെ റെമുനറേഷൻ എമൗണ്ടായി കണക്കാക്കപ്പെടുന്ന എമൗണ്ടുകളാണ്. ദെൻ rupees 32,000 plus 20,000, rupees 50,000 is the actual amount of remuneration. Then or statutory limit under section 40 subsection B. സ്റ്റാറ്റ്യൂട്ടറി ലിമിറ്റിന്റെ എമൗണ്ട് നമ്മൾ ഇതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ബുക്ക് പ്രോഫിറ്റ് നമ്മൾ കണ്ടു rupees 25,500 ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 25,500ന്റെ 90% എമൗണ്ട് അല്ലെങ്കിൽ 1,50,000 വിച്ച് എവർ ഈസ് മോർ. സോ 90% ഓഫ് rupees 25,500 ഈസ് rupees 22,950 അല്ലേ. Then 22,950 or 1,50,000 whichever is more. Then rupees 1,50,000 is the statutory limit as per section 40 subsection B. Then statutory limit is rupees 1,50,000. Then 52,000 or rupees 1,50,000 whichever is less, rupees 52,000 is deducted from the amount of book profit of rupees 25,500. Then 25,500 minus rupees 52,000 minus 26,500. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇവിടുത്തെ ബിസിനസിന്റെ ലോസ് മാത്രമാണ്. കാരണം വേറെ ഹെഡിനകത്ത് ഇൻകം വരുന്നത് കൊണ്ട് നമ്മൾ മുമ്പ് ചെയ്തതുപോലെ നമുക്കതിന് ടോട്ടൽ ഇൻകം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ കിട്ടിയ എമൗണ്ട് ബിസിനസിന്റെ ലോസ് മാത്രമാണ്, അല്ലെങ്കിൽ ലോസ് ഫ്രം ബിസിനസ് എന്ന് പറയുന്ന എമൗണ്ട് ആണ് 26,500 രൂപ. മൈനസ് ഫിഗർ ആണ് വരുന്നത് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ബിസിനസിന്റെ ഹെഡിനകത്തുള്ള ഇൻകം മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള 3 ഹെഡ്സ് ഓഫ് ഇൻകം ഉണ്ട്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ് അല്ലേ. ആ ഹെഡ്സിലെ ഇൻകം കൂടെ നമ്മൾ ഇതിനകത്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഓൾറെഡി ഇതിനകത്ത് നമ്മുടെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് കൃത്യമായിട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി തന്നെ പറയുന്നുണ്ട് rupees 20,000. സോ rupees 20,000 ഈസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പിന്നെ അത് ക്യാപിറ്റൽ ഗെയിൻസിനകത്ത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് rupees 18,000. ആ എമൗണ്ട് നമ്മൾ ഇതിനകത്ത് 18,000 ക്യാപിറ്റൽ ഗെയിൻസ് ആയിട്ട് അതർ ഇൻകം ആയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്ന ഐറ്റം ഇതിനകത്ത് 2 ഇൻകം ഉണ്ട്. ഒന്ന് ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ടാക്സബിൾ ആണ് 18,600. ദെൻ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് rupees 10,000 ഉണ്ട് അല്ലേ. ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനീസ് എന്ന് പറയുന്നത് 10 ലക്ഷം വരെയുള്ള എമൗണ്ട് എക്സംപ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ എമൗണ്ട് എക്സംപ്റ്റ് ആണ്. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സ് ചെയ്യപ്പെടുന്ന എമൗണ്ട് rupees 18,600 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസിന്റെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. ദെൻ 18,600 ആസ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അപ്പോൾ നമ്മൾ ഈ 3 ഹെഡ്സിലും മറ്റു 3 ഹെഡ്സിലും വരുന്ന ഇൻകം 56,600 രൂപ, 26,500 രൂപ എന്ന ബിസിനസ് ലോസിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് 26,500 പ്ലസ് 56,600 അല്ലെ നമുക്ക് കിട്ടുന്ന എമൗണ്ട്. ടോട്ടൽ ഇൻകം rupees 30,100 ആണ്. ഇതിനകത്ത് ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ടോട്ടൽ ഇൻകം. ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് ഗ്രോസ് ടോട്ടൽ ഇൻകം മാത്രമായിരിക്കും. ദെൻ വി ഹാവ് ടു മേക്ക് ഡിഡക്ഷൻസ് under section 80C to 80U, then we will get the amount of total income. പക്ഷേ ഇവിടെ നമുക്ക് ഡിഡക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നേരിട്ട് ആ എമൗണ്ട് ടോട്ടൽ ഇൻകം ആയിട്ട് ഇതിനകത്ത് കാണിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.